everyone, very welcome back my YouTube channel. അപ്പോൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇൻഫോ പാർക്കിനകത്ത് വരുന്ന കുറച്ച് ഇന്റേൺഷിപ്പ് വാക്കൻസീസ് ആണ് കേട്ടോ. വാക്കൻസീസ് കുറച്ചുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാക്കൻസിയാണോ വേണ്ടത് താഴെ വന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിന് മുന്നേ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ഇന്റേൺഷിപ്പ് വാക്കൻസി എല്ലാതും ഇന്റേൺഷിപ്പ് ആണെന്ന് പറയാൻ വേണ്ടി പോണത്. ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള നെറ്റ് ഫ്രീ ഇന്റേൺഷിപ്പ് ആണ് കേട്ടോ. പിന്നെ അക്കാദമിക് കൗൺസിലർ ഇന്റേൺഷിപ്പിൻ്റെ വാക്കൻസിയാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഹെഡ്ലൈൻസ് മാത്രമേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ എന്താണ് ജോബ് വാക്കൻസീസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് എന്താണോ നിങ്ങൾ നോക്കുന്ന ഒരു വാക്കൻസി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾ ജോബ് വാക്കൻസി നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒന്നിലധികം ജോബ് വാക്കൻസി ഒപ്പം വന്ന് കമൻറ്റ് ചെയ്ത് അപ്പോൾ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻറ്റേൺ ആണ്. ലൈവ് പ്രൊജക്റ്റിലാണ് ഈ ഒരു വാക്കൻസീസ് വന്നിട്ടുള്ളത്. പിന്നെ HR എക്സിക്യൂട്ടീവ് ഇൻറ്റേൺ ആണ്, ഫ്രഷറിൻ്റെ വാക്കൻസിയാണ്. പിന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഇൻറ്റേണിൻ്റെ വാക്കൻസിയാണ്. ഈ പറയുന്ന എല്ലാതും ഇൻഫോ പാർക്കിനകത്താണ് കേട്ടോ. ജൂനിയർ കണ്ടന്റ് റൈറ്റർ ഇന്റേൺഷിപ്പിൻ്റെ വാക്കൻസിയാണ്. ഇതൊക്കെ ഈ ഒരു മന്തിൽ അവസാനിക്കുന്ന ആ ഒരു വാക്കൻസീസ് ആണ് കേട്ടോ. ഓക്കെ, പ്രോസസ് അസോസിയേറ്റ് ഇൻറ്റേണിൻ്റെ വാക്കൻസി, SEO ഇൻറ്റേണിൻ്റെ വാക്കൻസി, വീണ്ടും HR ഇന്റേൺഷിപ്പ് 3 monthsൻ്റെ വാക്കൻസി, ക്രിയേറ്റീവ് ഡിസൈനർ ഇന്റേൺഷിപ്പിൻ്റെ വാക്കൻസി, കോളിറ്റ് അനലിസ്റ്റ് ടെസ്റ്റർ ഇന്റേൺഷിപ്പിൻ്റെ വാക്കൻസി, ഹ്യൂമൻ റിസോഴ്സ് ഇൻറ്റേണിൻ്റെ വാക്കൻസി, HRൻ്റെ വാക്കൻസി കേട്ടോ. കുറേ HRൻ്റെ വാക്കൻസീസ് വന്നിട്ടുണ്ട്. വീണ്ടും HR ഇൻറ്റേണിൻ്റെ വാക്കൻസിയാണ്. പിന്നെ കണ്ടന്റ് റൈറ്ററിൻ്റെ വാക്കൻസി, മാർക്കറ്റ് റിസർച്ച് ഇൻറ്റേണിൻ്റെ വാക്കൻസി, അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയറിൻ്റെ വാക്കൻസി. പിന്നെ വന്നിട്ടുള്ളതാണ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ്റെ വാക്കൻസി കേട്ടോ. പിന്നെന്താ AI ആൻഡ് ഡാറ്റ എഞ്ചിനീയറിംഗ് ആണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത്. പിന്നെ UA ഡിസൈൻ ഇൻറ്റേണിൻ്റെ വാക്കൻസി, ബയോ ഇൻഫോർമാറ്റിക് അനലിസ്റ്റിൻ്റെ വാക്കൻസി, പിന്നെ ഇന്റേൺഷിപ്പ് HRൻ്റെ വാക്കൻസി നോൺ പെയ്ഡ് ആണ്. ഓപ്പണിംഗ് ഫോർ ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയറിംഗ് ഫ്രഷേഴ്സിൻ്റെ വാക്കൻസി, പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണലിൻ്റെ വാക്കൻസി, ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാക്കൻസി വീണ്ടും വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളതാണ് SEO ഇന്റേണിൻ്റെ വാക്കൻസി. ഓക്കെ, ഇത്രയും വാക്കൻസീസ് ആണ് നമ്മുടെ ഇൻഫോ പാർക്കിനകത്ത് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ടെക്നോ പാർക്കിൽ വരുന്ന വാക്കൻസീസും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടെക്നോ പാർക്കിൽ ഇടയ്ക്കൊക്കെ എന്താ പറയുക ഇന്റേൺഷിപ്പിൻ്റെ വാക്കൻസീസ് കാണാറുണ്ട്. വളരെ കുറവാണ് ടെക്നോ പാർക്കിൽ കാണാറുള്ളത്. ജസ്റ്റ് ഒന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു വെബ്സൈറ്റിലാണ് നോക്കുന്നത്, അതായത് ഇവരുടെ ഒരു കരിയർ പേജിലാണ് നോക്കുന്നത് കേട്ടോ. ഇൻഫോ പാർക്ക് ആണെന്നുണ്ടെങ്കിലും ടെക്നോ പാർക്ക് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് വാക്കൻസീസ് ഒക്കെ പറയാറ്. കുറച്ച് ഒരു 5 വാക്കൻസീസ് ആണ് ടെക്നോ പാർക്കിനകത്ത് വന്നിട്ടുള്ളത് ഇന്റേൺഷിപ്പിൽ. HR റിക്രൂട്ടർ ഇന്റേൺഷിപ്പിൻ്റെ വാക്കൻസി 6 months ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ പറയുന്നത് കേട്ടോ. പിന്നെ ബിസിനസ് അനലിസ്റ്റിൻ്റെ വാക്കൻസിയും ഇൻറ്റേൺ ആയിട്ട് തന്നെ. മാർക്കറ്റിംഗ് ലീഡ് ജനറേഷൻ്റെ വാക്കൻസി ഇന്റേൺഷിപ്പാണ്. ബിസിനസ് അനലിസ്റ്റ് ഇൻറ്റേണിൻ്റെ വാക്കൻസി, ടെക്നിക്കൽ സപ്പോർട്ട് ഇൻറ്റേണിൻ്റെ വാക്കൻസി. ഇത്രയും വാക്കൻസീസ് ആണ് നമുക്ക് ടെക്നോ പാർക്കിനകത്ത് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ട വാക്കൻസീസ് ഏതാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.